ഓക്കെ, നമുക്കിനി ചാപ്റ്റർ 5 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്നുള്ള ചാപ്റ്റർ നോക്കാം. ലീനിയർ ഇൻഇക്വേഷൻസ് നമ്മൾ കണ്ടതാണ്, ഇക്വേഷൻസും നമ്മൾ കണ്ടതാണ്. ഇക്വേഷൻസ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഈക്വൽ ടു എന്നിട്ട് ഒരു LHSഉം RHSഉം ആയി സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു റിലേഷനാണ് നമ്മൾ എന്ത് പറയാം, ഇക്വേഷൻസ് എന്ന് പറയാം. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, അതിലെ ഹയസ്റ്റ് പവർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 3 നമുക്ക് എഴുതാം, 3x² പ്ലസ് 4x പ്ലസ് 7 = 0. ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെയാണ് ഞാൻ എഴുതുന്നത് ഇവിടെ. ഇവിടെ ഇതൊരു 1 വേരിയബിളിലുള്ള വൺ വേരിയബിളിലുള്ള ഇക്വേഷനാണ്. എന്താ 1 വേരിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എക്സ് എന്നുള്ള വേരിയബിൾ മാത്രമേ ഉള്ളൂ. XYZ അങ്ങനെയില്ല, എക്സ് എന്നുള്ള വേരിയബിൾ മാത്രം ഉള്ളതുകൊണ്ടാണ് 1 വേരിയബിൾ എന്ന് പറഞ്ഞത്. 1 വേരിയബിളിലുള്ളൊരു ഇക്വേഷനാണ്. അതിൽ ഹയസ്റ്റ് ഡിഗ്രി, ഇവിടെ വരുന്ന മുകളിൽ വരുന്ന പവറാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ് വരുന്നത്? 2 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെ ഹയസ്റ്റ് ഡിഗ്രി 2 ആയി വരുന്ന ഇക്വേഷൻസ് എല്ലാം എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. അടുത്ത എക്സാമ്പിൾ 4x² പ്ലസ് 5x = 0, 7x² പ്ലസ് 9x പ്ലസ് 2 = 0, 2x² പ്ലസ് 3x പ്ലസ് 7 = 0. ഇതിലെല്ലാം എങ്ങനെയാണ് വരുന്നത്? ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത്, ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ ഓൾ ദീസ് ആർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² പ്ലസ് bx പ്ലസ് c = 0 എന്നുള്ളതാണ്. 3 ടേംസ് ആണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്കറിയാം, ഇക്വേഷനിൽ ഇങ്ങനെ ഓരോ വരുന്ന സിമ്പൽ പ്ലസ് ഓർ മൈനസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന ഓരോ ഇതിനെയുമാണ് നമ്മൾ ടേംസ് എന്ന് പറയുന്നത്. ഒരു വേരിയബിളും ഒരു കോൺസ്റ്റൻറ്റും ചേർന്ന് വരുന്ന ഓരോ ടേംസ്. ഇതിൽ 3 ടേംസ് ആണ് ഉണ്ടാവുക. മാക്സിമം 3 ടേംസ് ആണ് ഉണ്ടാവുക, മിനിമം 1 ടേമും ആവാം. General representation of a quadratic equation is given by ax² plus bx plus c = 0. ax² plus bx plus c = 0 എന്നുള്ള ഫോമിൽ വരുന്നതാണ്. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഇക്വേഷൻ ഓർ ജനറൽ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. ഹിയർ വൺ കണ്ടീഷൻ മസ്റ്റ് ബി അപ്ലൈഡ്, a not equal to 0. What happens when a equal to 0? a 0 ആയാൽ എന്താണ് സംഭവിക്കുക? ഇവിടുത്തെ ഹയസ്റ്റ് പവർ എന്തായിട്ട്, ഹയസ്റ്റ് പവർ ടേം ഇല്ല. ax² എന്നുള്ള ടേം പിന്നെ അവിടെ ഇല്ല. അതെന്തായി മാറും? 0 ആയിട്ട് മാറും. പിന്നീട് അതെന്തായി മാറും? അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയൽ ഓർ ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. സോ a not equal to 0 ആയിരിക്കണം ഈ ഒരു ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അത്രയും ക്ലിയർ ആണല്ലോ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, എക്സിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എന്ന് പറയുന്നത്. റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ ഇസ് ദി വാല്യൂ ഓഫ് എക്സ്. വാല്യൂ ഓഫ് എക്സിൻ്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ എക്സിൻ്റെ വാല്യൂസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത വരുന്ന നമുക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഇതിൽ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ കേസിൽ വരുന്ന ഒരു കാര്യമാണ് ഡിസ്ക്രിമിനൻറ്റ്. എന്താണ് ഡിസ്ക്രിമിനൻറ്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഓർ എ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? ഞാൻ ഒത്തിരി തവണ ഇടയിൽ ഇങ്ങനെ പോളിനോമിയൽ എന്നുള്ളൊരു വാക്ക് വന്നിരുന്നു. എന്താ പോളിനോമിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈക്വൽ ടു എന്നുള്ള ടേം ഉണ്ടാവില്ല.
അതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്, വിച്ച് മീൻസ് ax² + bx + c. ദാറ്റ്സ് ഓൾ. സോ ഡിസ്ക്രിമിനൻറ്റ് എന്ന് വെച്ചാൽ ax² + bx + c = 0 എന്നുള്ള നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ b² - 4ac എന്ന് കിട്ടുന്ന വാല്യൂവിനെയാണ് ഡിസ്ക്രിമിനൻറ്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനൻറ്റ് d ഈസ് ഈക്വൽ ടു, ഡിസ്ക്രിമിനൻറ്റിനെ d എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഡിസ്ക്രിമിനൻറ്റ് d ഈസ് ഈക്വൽ ടു b² - 4ac. വാട്ട് ഈസ് b? b ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് x. വാട്ട് ഈസ് a? a ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് x². വാട്ട് ഈസ് c? c എന്താ? ഇറ്റ്സ് ദ കോൺസ്റ്റൻറ്റ്. b is coefficient of x, a is coefficient of x², c is the constant. The value of b² - 4ac is called discriminant of the quadratic equation. What is its significance? എന്താണ് ഇപ്പോൾ ഒരു ഇക്വേഷനിൽ, ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യം പറയുമ്പോൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നമ്മളത് അവിടെ പറയുന്നത്? ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. അത് നമ്മൾ അടുത്ത ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിൻ്റെ നേച്ചർ, റൂട്ട്സിൻ്റെ നേച്ചർ, നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റുമോ, നമുക്ക് റൂട്ട്സ് എങ്ങനെയുള്ള റൂട്ട്സ് ആയിരിക്കും കിട്ടുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഡിസ്ക്രിമിനൻറ്റ് സോൾവ് ചെയ്താൽ പറയാനായിട്ട് പറ്റും. നമ്മളൊരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിന് മുമ്പ്, അതിൻ്റെ വാല്യൂ, എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് കിട്ടുകയാണോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഈ ആര് സഹായിക്കും? ഡിസ്ക്രിമിനൻറ്റ് സഹായിക്കും. ദാറ്റ്സ് അബൌട്ട് ദി ഡിസ്ക്രിമിനൻറ്റ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതുന്നതിൽ കുറച്ച് എക്സാമ്പിൾസ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റിൽ എഴുതിയ അതേ എക്സാമ്പിൾ ഞാൻ എഴുതുന്നു. 4x² + 5x = 0 ആൻഡ് 3x² - 2x = 0. ദെൻ ഓക്കെ, ഇതിൽ ഈ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ പോളിനോമിയൽ, ഈ പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എന്താണ് പ്രത്യേകത? അവിടെ കോൺസ്റ്റൻ്റ് ഇല്ല. c ഈസ് ഈക്വൽ ടു 0 ഹിയർ. ഈ 2 എഴുതിയിരിക്കുന്ന എക്സാമ്പിളിലും c 0 ആണ്. അങ്ങനെ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിന് പറയുന്ന പേരാണ് അഡ്ഫെക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അഡ്ഫെക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Quadratic equation in which the constant term is equal to 0. എയുടെ ടേം ഉണ്ട്, x² ടേം ഉണ്ട്, അതെന്താണേലും ഉണ്ടാവണം, അതുണ്ടായാലേ നമുക്കതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവുള്ളൂ. ബി ഉണ്ട്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ടേം ഉണ്ട്, എക്സ് ടേം ഉണ്ട്, പക്ഷേ കോൺസ്റ്റൻ്റ് ഇല്ല. അങ്ങനെ കോൺസ്റ്റൻറ്റ്സ് ഇല്ലാത്ത ഇക്വേഷൻസിന് പറയുന്നതാണ് അഡ്ഫെക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളത്. ഇനി നമുക്ക് ഒരു കാറ്റഗറി കൂടി നോക്കാം. വേറൊരു എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. x² = 4, 3x² - 2 = 0, 9x² + 5 = 0. ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിലോ ഇവിടെ എ ടേം ഉണ്ട്, ബിയുടെ ടേം ഉണ്ടോ? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് അവിടെ കാണാനില്ല. ഓൺലി സ്ക്വയർ ടേമും അൺനോൺ ടേം മാത്രമായിട്ടുള്ള, കോൺസ്റ്റൻറ്റ് ടേമും മാത്രമായിട്ടുള്ള പോളിനോമിയൽസിന് പറയുന്നതാണ്, ഇക്വേഷൻസിന് പറയുന്ന പേരാണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് എന്നുള്ളത് നോക്കാം. കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു? എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ 2 ആയിട്ടുള്ള പോളിനോമിയൽസ് ആണ്, സിംഗിൾ വേരിയബിളിലുള്ള ഇക്വേഷൻസ് ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അവരുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് ax² + bx + c = 0 ആയിരിക്കും. a ≠ 0 ആയിരിക്കണം.
എ 0 ആയിക്കഴിഞ്ഞാൽ അതൊരു ലീനിയർ ഇക്വേഷൻ ആവും, പിന്നെ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, എക്സിൻ്റെ റൂട്ട്സ്, എക്സിൻ്റെ വാല്യൂസിനെയാണ് റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ കണ്ട ഒരു കാര്യമായിരുന്നു ഡിസ്ക്രിമിനൻറ്റ് എന്താണ് ഡിസ്ക്രിമിനൻറ്റ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിനെയാണ് ഡിസ്ക്രിമിനൻറ്റ് ഓഫ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ക്യാൻ ബി ഓഫ് 2 types. 2 രീതിയിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാവാം. അഡ്ഫക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാവാം, പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ടാവാം. എന്താണ് അഡ്ഫക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? കോൺസ്റ്റൻറ്റ് ടേംസ് ഇല്ലാതെ എക്സ് സ്ക്വയറിൻ്റെ ടേമും എക്സിൻ്റെ ടേമും മാത്രമുള്ളതാണെങ്കിൽ അതിനെ അഡ്ഫക്റ്റഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയും. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്താണ്? എക്സ് സ്ക്വയർഡ് ടേമും കോൺസ്റ്റൻറ്റ് ടേമും മാത്രമാണുള്ളതെങ്കിൽ അവിടെ എക്സിൻ്റെ പവർ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ് പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് കണ്ടു. ഇനി നമുക്ക് നേച്ചർ ഓഫ് റൂട്ട്സ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. എന്താ നേച്ചർ ഓഫ് റൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റൂട്ട്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻസിനെയാണ് നമ്മൾ റൂട്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് നമ്മൾ റൂട്ട്സിൻ്റെ നേച്ചർ നോക്കുന്നത്? ടു എക്സാമിൻ ദ nature of the roots. റൂട്ട്സിൻ്റെ നേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഇമാജിനറി ആവാം, നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്താവാം? ഇമാജിനറി സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ റിയൽ സൊല്യൂഷൻ ആവാം. ഈ 2 പോസിബിലിറ്റിയാണുള്ളത്. റിയലിൽ തന്നെ അത് റാഷണൽ ആവാം, ഇറാഷണൽ ആവാം, ഈക്വൽ ആവാം, അൺഈക്വൽ ആവാം. ഓക്കെ, അതെങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളവിടെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞത് ഓർക്കുന്നോ? ഡി ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ ബി സ്ക്വയർ മൈനസ് 4ac ഡിറ്റർമിൻ ചെയ്തിട്ടാണ് നമ്മൾ റൂട്ട്സിൻ്റെ നേച്ചർ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇഫ് എങ്ങനെയാണ്, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഈക്വൽ ടു 0, then the quadratic equation ax square plus bx plus c will have real and equal roots. Real and equal roots. b square minus 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ റൂട്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ax square plus bx plus c equal to 0. ax square plus bx plus c equal to 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഈക്വൽ റൂട്ട്സ് ആണ് ഉണ്ടാവുക. റിയൽ റൂട്ട്സ് ആയിരിക്കും അത് 2 എണ്ണം. എല്ലാ ക്വാഡ്രാറ്റിക് ഇക്വേഷനും 2 സൊല്യൂഷൻസ് ഉണ്ടാവും. ആ സൊല്യൂഷൻസ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ബി സ്ക്വയർ മൈനസ് 4ac greater than 0 ആണെങ്കിൽ it will have 2 real and unequal roots. The roots are real and unequal. 2 distinct roots, 2 different solutions will be there for the quadratic equation. Then now the third case, b square minus 4ac less than 0, which means we get a negative value, that is the roots are not real, and which means we have imaginary roots. ഓക്കെ, എന്താണ് ഈ ഇമാജിനറി റൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
ഇമാജിനറി റൂട്ട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇമാജിനറി റൂട്ട്സ് എന്ന് വെച്ചാൽ, റിയൽ റൂട്ട്സ് എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ്, റാഷണൽ നമ്പർ ആവാം, ഇറാഷണൽ നമ്പർ ആവാം, റിയൽ നമ്പേഴ്സ്. ഇമാജിനറി റൂട്ട്സ് എന്ന് വെച്ചാൽ നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ട്. ഫോർ എക്സാമ്പിൾ √-4, √-2, √-7 എങ്ങനെയൊക്കെ വരുന്ന നമ്പേഴ്സാണ് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇമാജിനറി നമ്പേഴ്സ്. ഓക്കെ, അങ്ങനെ ഇമാജിനറി നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ, വിച്ച് മീൻസ് b² - 4ac is getting a negative number, is less than 0, we will get negative roots. Imaginary roots are there. Clear? അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? നേച്ചർ ഓഫ് റൂട്ട്സ് എങ്ങനെ എക്സാമിൻ ചെയ്യാം? രണ്ട് പോസിബിലിറ്റി ഉള്ളത്, ഇമാജിനറി നമ്പർ ആവാം, റിയൽ നമ്പർ ആവാം. How we are determining it? We are determining it using the determinant d, b² - 4ac. From the quadratic equation ax² plus bx plus c equal to 0, we find b² - 4ac. If b² - 4ac equal to 0, the roots are equal. നമുക്ക് ഒരു റൂട്ടാണ് കിട്ടുക, അതായത് രണ്ട് റൂട്ട് ഉണ്ട്, രണ്ടും ഈക്വൽ ആണ്. b² - 4ac ഒരു പോസിറ്റീവ് വാല്യൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? അൺഈക്വൽ റൂട്ട്സ് കിട്ടും, രണ്ട് ഡിഫറൻറ്റ് സൊല്യൂഷൻസ് കിട്ടും. x = 1 വാല്യൂ, x = അനദർ വാല്യൂ, x = 2, x = 3 എന്ന് പറഞ്ഞ് രണ്ട് വാല്യൂസ് കിട്ടും. ഇനി b² - 4ac നെഗറ്റീവ് നമ്പർ ആണ് വരുന്നതെങ്കിൽ നമുക്കത് ഇമാജിനറി റൂട്ട്സ് ആണ്, ഒരു നെഗറ്റീവ് നമ്പറിൻ്റെ റൂട്ടായിട്ടാണ് കിട്ടുന്നത്. ക്ലിയർ? ഇപ്പോൾ നമുക്ക് കുറച്ചൊരു പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള സോൾഡ് എക്സാമ്പിളിലെ ആദ്യത്തെ ഇക്വേഷൻ തന്നെ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വിത്തൗട്ട് എക്സാമിൻ ദ നേച്ചർ ഓഫ് ദ റൂട്ട്സ് ഓഫ് ദി, വിത്തൗട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റൂട്ട്സിൻ്റെ നേച്ചർ റിയൽ ആണോ ഇമാജിനറി ആണോ എന്ന് പറയണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, 5x² - 6x plus 7 = 0. It is of the form ax² plus bx plus c equal to 0. ഇതിൽ a എന്താ? a is equal to 5, b is equal to -6, c is equal to 7. Now we can find b² - 4ac. b² - 4ac കണ്ടുപിടിക്കുമ്പോൾ b² -6 whole square minus 4 into a 5 into c 7, which is equal to 36 minus 140, which is getting a negative number less than 0. Here what happens? Here b² - 4ac is less than 0. We get -104 as answer. So the roots are not real. The roots are imaginary. Therefore we can say that the roots are imaginary. Roots are imaginary. We get an imaginary root for this quadratic equation. Now next question. Next question is x² plus 6x plus 9 equal to 0. Question 2, x² plus 6x plus 9 equal to 0. Same, it is of the form ax² plus bx plus c equal to 0, and a is equal to 1, b is equal to 6, c is equal to 9. Now we are finding b² minus 4ac. b² is 6 square minus 4 into 1 into 9,
36 minus 36 equal to 0. So here b square minus 4ac is equal to 0, which means the roots are equal. We get, therefore we can conclude that the roots are equal. We get 2 equal real roots. Third question is given as Third question is given as x square plus 6x plus 3 equal to 0. It is of the form ax square plus bx plus c, and a is equal to 2, b is equal to 6, c is equal to 3. Finding b square minus 4ac, the discriminant, we get 6 square minus 4. 4 into a is 2 into 3. That is 36 minus 4 2s are 8, 8 3s are 24, which is equal to 12, which is a positive number. It is greater than 0. b square minus 4ac is greater than 0. So we have 2 real unequal roots. 2 roots will be there. So the roots are, we can conclude that the roots are real and unequal. We will have 2 real roots. That's it. Next question, it is also solved question in your textbook. Textbookile solved question aanu. Find the value of m if the roots of the following quadratic equations are equal. A quadratic equation is given: 4 plus m x square plus m plus 1 x plus 1 equal to 0. This is the quadratic equation, and this quadratic equation has equal roots, which means here the discriminant is equal to 0. Discriminant d equal to b square minus 4ac is equal to 0. Now we can spot what is a. Here a is 4 plus m, b is m plus 1, c is equal to 1. So what will be b square minus 4ac? We can find b square minus 4ac. b square minus 4ac equal to m plus 1. b is m plus 1 whole square minus 4 into a is 4 plus m into c. c is 1. c is 1. Okay, which is on expansion we will get, expand ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, m square plus 2m plus 1 minus 16 minus 4m equal to 0, which means m square minus 2m minus 15 equal to 0. We are again getting a quadratic equation. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് പിന്നെയും കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ സം ആൻഡ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്നുള്ളതുണ്ട്. അത് നമ്മൾ കാണും, ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പഠിക്കും ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചിട്ട്.
ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് m മൈനസ് 5 ഇൻറ്റു m പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് ഫാക്ടറൈസ് ചെയ്തെടുക്കാം. വിച്ച് മീൻസ് m ഈക്വൽ ടു 5 ഓർ m ഈക്വൽ ടു -3. m -5 ആവാം, അല്ലെങ്കിൽ m 3 ആവാം. സോറി, m equal to -5 or m equal to 3. So we find the value of m.